കമ്പനിയിൽ നിന്നും ഓഹരി ഉടമകൾ ലഭിക്കുന്ന പാരിതോഷികങ്ങളെന്നാണ് ലാഭവിഹിതം അഥവാ ഡിവിഡൻഡ്. ഓഹരി നിക്ഷേപകരെ സംബന്ധിച്ച് അധിക വരുമാനം നേടിത്തരുന്ന അവസരവുമാണിത്. ഏപ്രിൽ 29 മുതൽ മെയ് 3 വരെയുള്ള പുതിയ വ്യാപാരാഴ്ചയിൽ ഓഹരി ഉടമകൾക്ക് ഡിവിഡൻഡ് നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള 6 കമ്പനികളാണ്. ഇതിൻ്റെ വിശദാംശങ്ങൾ നോക്കാം. എൽ&എസ് ബെക്ക് ഇന്ത്യ. മുൻനിര കെമിക്കൽ മാനുഫാക്ചറിംഗ് കമ്പനിയാണ് എൽ&എസ് ബെക്ക് ഇന്ത്യ ലിമിറ്റഡ്. ഇലക്ട്രിക്കൽ, ഇൻസുലേഷൻ, കൺസ്ട്രക്ഷൻ, വ്യവസായ മേഖലയിലേക്ക് ആവശ്യമായ വിവിധതര സ്പെഷ്യാലിറ്റി കെമിക്കൽസ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നു. ഓഹരി ഉടമകൾക്കായി 50% ഫൈനൽ ഡിവിഡൻഡാണ് എൽ&എസ് ബെക്ക് ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതുപ്രകാരം ഓഹരി ഒന്നിന് 5 രൂപ വീതം നിക്ഷേപകർക്ക് ലഭിക്കും. ഡിവിഡൻഡ് കൈമാറുന്നതിനായി അർഹതയുള്ള ഓഹരി ഉടമകളെ കണ്ടെത്തുന്നതിനായുള്ള എക്സ് ഡിവിഡൻഡ് തീയതിയായി ഏപ്രിൽ 30 നിശ്ചയിച്ചു. വെള്ളിയാഴ്ച 10,907 രൂപയിലായിരുന്നു ഓഹരിയുടെ ക്ലോസിംഗ്. 361 വാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് വെൽത്ത് മാനേജ്മെൻറ്റ് കമ്പനികളൊന്നാണ് 361 വാം ലിമിറ്റഡ്. നിക്ഷേപകർക്കായി 350% ഇടക്കാല ലാഭവിഹിതം നൽകുമെന്നാണ് കമ്പനിയുടെ അറിയിപ്പ്. ഇതുപ്രകാരം പ്രതി ഓഹരി 3.5 രൂപ വീതം ഓഹരി ഉടമകൾക്ക് ഡിവിഡൻഡ് ഇനത്തിൽ നേടാം. ലാഭവിഹിതം കൈമാറുന്നതിൻ്റെ ഭാഗമായുള്ള എക്സ് ഡിവിഡൻഡ് തീയതി 2024 മെയ് 2 ആണ്. കഴിഞ്ഞ ദിവസം 808 രൂപയിലായിരുന്നു ഓഹരിയുടെ ക്ലോസിംഗ്. ക്രിസിൽ. ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന റേറ്റിംഗ്സ്, റിസർച്ച്, റിസ്ക് ആൻഡ് പോളിസി അഡ്വൈസറി സേവനങ്ങൾ നൽകുന്ന കമ്പനിയാണ് ക്രിസിൽ ലിമിറ്റഡ്. ഓഹരി ഉടമകൾക്കായി 700% ഇൻ്റർനെറ്റ് ഡിവിഡൻഡാണ് കമ്പനി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതുപ്രകാരം ഓഹരി ഒന്നിന് 7 രൂപ വീതം നിക്ഷേപകർക്ക് ഡിവിഡൻഡ് ഇനത്തിൽ ലഭ്യമാകും. അർഹതയുള്ള ഓഹരി ഉടമകളെ കണ്ടെത്തുന്നതിനുള്ള എക്സ് ഡിവിഡൻഡ് തീയതിയായി 2024 മെയ് 3 നിശ്ചയിച്ചു. വെള്ളിയാഴ്ച 4,472 രൂപയിലായിരുന്നു ക്രിസിൽ ഓഹരിയുടെ ക്ലോസിംഗ്. ഇക്കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഫൈനൽ ഡിവിഡൻഡ് ഇനത്തിൽ 28 രൂപയും നിക്ഷേപകർക്ക് കൈമാറിയിട്ടുണ്ട്. ABB ഇന്ത്യ. ഓട്ടോമേഷൻ, പവർ ടെക്നോളജി മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്വിസ് മൾട്ടിനാഷണൽ എഞ്ചിനീയറിംഗ് സർവീസ് കമ്പനിയായ ABBയുടെ ഇന്ത്യയിലെ ഉപവിഭാഗമാണ് ABB ഇന്ത്യ ലിമിറ്റഡ്. നിക്ഷേപകർക്കായി 1,290% ഫൈനൽ ഡിവിഡൻഡ് നൽകുമെന്നാണ് അറിയിപ്പ്. ഇതുപ്രകാരം പ്രതി ഓഹരി 23.80 രൂപ വീതം ഓഹരി ഉടമകൾക്ക് ലഭിക്കും. ഇതിനായുള്ള എക്സ് ഡിവിഡൻഡ് തീയതി 2024 മെയ് 3 ആണ്. കഴിഞ്ഞ ദിവസം 6,140 രൂപയിലായിരുന്നു ABB ഇന്ത്യ ഓഹരിയുടെ വ്യാപാരം അവസാനിപ്പിച്ചത്. സനോഫി ഇന്ത്യ. ഫ്രഞ്ച് മൾട്ടിനാഷണൽ ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് ഹെൽത്ത് കെയർ കമ്പനിയായ സനോഫിയുടെ ഇന്ത്യൻ ഉപകമ്പനിയാണ് സനോഫി ഇന്ത്യ ലിമിറ്റഡ്. ഓഹരി ഉടമകൾക്കായി 1,170% ഫൈനൽ ഡിവിഡൻഡാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതുപ്രകാരം ഓഹരി ഒന്നിന് 117 രൂപ വീതം നിക്ഷേപകർക്ക് ലാഭവിഹിത ഇനത്തിൽ നേടാം. ലാഭവിഹിതം കൈമാറുന്നതിൻ്റെ ഭാഗമായുള്ള എക്സ് ഡിവിഡൻഡ് തീയതിയായി 2024 മെയ് 3 നിശ്ചയിച്ചു. വെള്ളിയാഴ്ച 8,274 രൂപയിലായിരുന്നു സനോഫി ഇന്ത്യയുടെ ഓഹരിയുടെ ക്ലോസിംഗ്. ഇക്കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഇൻ്റർനെറ്റ് ഡിവിഡൻഡ് ഇനത്തിൽ 50 രൂപ വീതം നിക്ഷേപകർക്ക് വിതരണം ചെയ്തിട്ടുണ്ട്. മാഫിയ ട്രെൻഡ്സ്. റെഡിമെയ്ഡ് തുണിത്തരങ്ങളുടെ വ്യാപാരത്തിൽ ശ്രദ്ധയൂന്നിയിരിക്കുന്ന കമ്പനിയാണ് മാഫിയ ട്രെൻഡ്സ്. നിക്ഷേപകർക്കായി 1% ഇടക്കാല ലാഭവിഹിതം നൽകുമെന്നാണ് കമ്പനിയുടെ അറിയിപ്പ്. ഇതുപ്രകാരം പ്രതി ഓഹരി 10 പൈസ വീതം ഓഹരി ഉടമകൾക്ക് ഡിവിഡൻഡ് ഇനത്തിൽ ലഭിക്കും. ഇതിനായുള്ള എക്സ് ഡിവിഡൻഡ് തീയതിയായി 2024 മെയ് 3 ആണ്. കഴിഞ്ഞ ദിവസം 18.45 രൂപയിലായിരുന്നു മാഫിയ ട്രെൻഡ്സ് ഓഹരിയുടെ വ്യാപാരം അവസാനിപ്പിച്ചത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങൾക്കും ET മലയാളം ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.